ഹലോ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ABO ബ്ലഡ് ഗ്രൂപ്പ്സ് ഇൻ ഹ്യൂമൻസ്. ഓക്കെ, എന്തുകൊണ്ടാണ് എല്ലാവരുടെ രക്തം ബ്ലഡ് ഒരേപോലെ അല്ലാത്തത്, ആരാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ രക്തത്തിൽ ബ്ലഡിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ അല്ലേ? രക്തത്തിൽ പ്രധാനമായിട്ടും 3 കമ്പോണൻസ് ആണ് ഉള്ളത്. RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. ഇവ കൂടാണ്ട് തന്നെ ബ്ലഡിന്റെ അകത്ത് കാര്യം കൂടെ ഉണ്ട്, ബ്ലഡിന്റെ പ്ലാസ്മ ഉണ്ട്. ഓക്കെ, പ്ലാസ്മ നമ്മുടെ ബ്ലഡിൽ നമ്മൾ പറയുന്ന സമയത്ത് ബ്ലഡിന്റെ ലിക്വിഡ് പോർഷൻ ഓഫ് ബ്ലഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാസ്മ എന്ന് പറയുന്നത്. മേജർ ആയിട്ടുള്ള കമ്പോണൻസ് ആണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സും. RBC നമ്മൾ റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയും, WBC വൈറ്റ് ബ്ലഡ് സെൽസ്, പിന്നെ പ്ലേറ്റ്ലെറ്റ്സും. ഓക്കെ, RBCയുടെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്സിജൻ ട്രാൻസ്പോർട്ട്. എന്താണ് സഹായിക്കുന്ന RBC? ഓക്സിജൻ ട്രാൻസ്പോർട്ട്. അങ്ങനെ പറഞ്ഞാൽ നമുക്കറിയാം, ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും സാധനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഈ RBCയുടെ ഫംഗ്ഷൻ എന്താ, ഓക്സിജനെ ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഓക്സിജൻ RBCക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ലങ്സിൽ നിന്ന്. അപ്പോൾ അവർ എവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത്? നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എന്തുകൊണ്ട് പോകുന്നത്? ഓക്സിജൻ കൊണ്ടുപോകുന്നത് ആരാണ്? RBC ആണ്. മനസ്സിലായോ? WBC നമ്മുടെ സോൾജിയേഴ്സ് ആണ്, നമ്മുടെ ശരീരത്തിലെ പട്ടാളക്കാരാണ് ആര്? നമ്മുടെ WBC. അങ്ങനെ പറഞ്ഞാൽ എന്താ, നമ്മുടെ ശരീരത്തിൽ നമ്മുടേതല്ലാത്ത ആളുകൾ കടന്നു കഴിഞ്ഞാൽ അവർ ആരൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അവരെ കൊല്ലുക, അവരെ കില്ല് ചെയ്യുക എന്നതാണ് ആരുടെ ഫംഗ്ഷൻ? നമ്മുടെ WBCയുടെ ഫംഗ്ഷൻ. പ്ലേറ്റ്ലെറ്റ്സ് നമുക്ക് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നതാണ് ആര്? പ്ലേറ്റ്ലെറ്റ്സ്. പിന്നെ പ്ലാസ്മ എന്താണ്? നമ്മുടെ ബ്ലഡിന്റെ ലിക്വിഡ് പോർഷൻ നമ്മൾ എന്ത് പറയുന്നത്? പ്ലാസ്മ എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായോ? ബ്ലഡ് എന്ന് പറഞ്ഞാൽ 4 കമ്പോണൻസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. RBCന്റെ, WBCന്റെ, പ്ലേറ്റ്ലെറ്റ്സിന്റെ, പ്ലാസ്മയുണ്ട്. ഇനി ഈ ബ്ലഡിന്റെ അകത്തുള്ള കമ്പോണൻസിൽ ആരാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്? A ആണോ, B ആണോ, O ആണോ, AB ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണെന്ന് നോക്കാം നമുക്ക്. RBC ആണോ, WBC ആണോ, പ്ലേറ്റ്ലെറ്റ്സ് ആണോ? ഉത്തരം RBC. മനസ്സിലായോ? ഈ RBCന്റെ അകത്തുള്ള ആരാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? RBCന്റെ സർഫസിൽ പുറത്തുള്ള പ്രോട്ടീൻ മാർക്കർ ഉണ്ട്, അവരെ നമ്മൾ എന്ത് പറയും? ആന്റിജൻസ് എന്ന് പറയും. അപ്പം ആന്റിജൻസ് ആണ് എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആ ആന്റിജൻ എവിടെയുള്ള ആന്റിജൻ ആണ്? RBCന്റെ സർഫസിലുള്ള ആന്റിജൻ ആണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നമുക്കറിയാം നമ്മുടെ RBCന്റെ സ്ട്രക്ചർ എന്താണ്? ബൈ കോൺകേവ് ഡിസ്ക് ഷേപ്പ് ആണ്. ഓക്കെ, അപ്പോൾ RBCന്റെ സർഫസിലുള്ള ആന്റിജൻ നമ്മൾ പൊതുവെ പറയും പ്രോട്ടീൻ മാർക്കർ. എന്തുകൊണ്ട് പ്രോട്ടീൻ മാർക്കർ എന്ന് പറയാൻ കാരണം, അവർ ഉണ്ടാക്കിയ ആന്റിജന്റെ നേച്ചർ, അവർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? പ്രോട്ടീനെ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് അവർ എന്ത് പറയുന്നത്? പ്രോട്ടീൻ മാർക്കർ എന്ന് പറയുന്നത്. അവരാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. A ആണോ, B ആണോ, O ആണോ, അതോ AB ആണോ? ഓക്കെ അല്ലേ? നമുക്ക് ഒരാളെ എടുക്കാം, അവരെ പേഴ്സൺ 1 പറഞ്ഞിട്ട് ഐഡന്റിഫൈ ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് അവർ പറയാം പേഴ്സൺ 1. അവരുടെ ബ്ലഡിനെ നമ്മൾ സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ബ്ലഡിന്റെ അകത്ത് ആരെ കാണാൻ പറ്റും? RBCനെ കാണാൻ പറ്റും, WBCനെ കാണാൻ പറ്റും, പ്ലേറ്റ്ലെറ്റ്സിനെ കാണാൻ പറ്റും, അതേപോലെ തന്നെ പ്ലാസ്മനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ട് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് തീരുമാനിക്കുന്നത് RBC ആണ്. അപ്പോൾ അവരുടെ ബ്ലഡിന്റെ അകത്ത് RBCനെ മാത്രം പുറത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ RBC നമ്മൾ നോക്കുന്ന ആ സമയത്ത് RBCന്റെ സർഫസിൽ A ആന്റിജൻ ആണെങ്കിൽ, ഏത് ആന്റിജൻ ആണെങ്കിൽ, A ആന്റിജൻ ആണെങ്കിൽ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? A ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ പേഴ്സൺ 1 പറഞ്ഞ ആള് അദ്ദേഹത്തിന്റെ ബ്ലഡ് നമ്മൾ നോക്കിയ സമയത്ത് അവരുടെ RBCന്റെ മുകളിൽ നമുക്ക് A എന്ന ആന്റിജൻ ആണ് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? A ബ്ലഡ് ഗ്രൂപ്പ്. ഇനി അടുത്ത ഒരാൾ പേഴ്സൺ 2 എന്ന് പറഞ്ഞ ആൾ എടുക്കാം. അദ്ദേഹത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പ് നമുക്ക് അവരുടെ ബ്ലഡിന്റെ അകത്തുള്ള RBCന്റെ സർഫസിൽ നോക്കുന്ന സമയത്ത് അവരുടെ സർഫസിൽ നമുക്ക് B ആന്റിജൻ കണ്ട്, ഏത് ആന്റിജൻ കണ്ട്? B ആന്റിജൻ കണ്ട്. അപ്പം എന്താണ് അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? B ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ അല്ലേ? ഇനി പേഴ്സൺ 3 എന്ന് പറഞ്ഞ ആളുടെ ബ്ലഡ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ബ്ലഡ് നോക്കി അവരുടെ RBC നോക്കുന്ന സമയത്ത് അവരുടെ സർഫസിൽ A ആന്റിജനും കണ്ട്, B ആന്റിജനും കണ്ട്. അപ്പം പേഴ്സൺ 3ന്റെ ബ്ലഡ് ഏതാണ്? ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? AB ബ്ലഡ് ഗ്രൂപ്പ്. ഇനി പേഴ്സൺ 4 എടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ബ്ലഡ് നോക്കി ബ്ലഡിനകത്തുള്ള RBC നോക്കി അവരുടെ RBCന്റെ സർഫസിൽ ഒരു ആന്റിജനും ഇല്ല, A ആന്റിജനും ഇല്ല, B ആന്റിജനും ഇല്ല. അപ്പോൾ എന്താണ് അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? O ബ്ലഡ് ഗ്രൂപ്പ്. മനസ്സിലായോ? അപ്പം A ബ്ലഡ് ഗ്രൂപ്പുള്ള ആളുടെ RBCന്റെ സർഫസിൽ A ആന്റിജൻ ആയിരിക്കും, B ബ്ലഡ് ഗ്രൂപ്പുള്ള ആളുടെ RBCന്റെ സർഫസിൽ B ആന്റിജൻ ആയിരിക്കും, AB ബ്ലഡ് ഗ്രൂപ്പുള്ള ആളുടെ RBCന്റെ സർഫസിൽ A ആന്റിജനും പ്രസന്റ് ആയിരിക്കും, B ആന്റിജനും പ്രസന്റ് ആയിരിക്കും. O ബ്ലഡ് ഗ്രൂപ്പുള്ള ആളുടെ RBCന്റെ മുകളിൽ ഒരു ആന്റിജൻ ഉണ്ടാവില്ല. O മീൻസ് 0 എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ആന്റിജൻ ആബ്സെന്റ് ആണെന്ന് അർത്ഥം. പക്ഷേ നമ്മൾ O ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. അവിടെ എന്തുണ്ടാവില്ല? A ആന്റിജനും ആബ്സെന്റ് ആയിരിക്കും, B ആന്റിജനും ആബ്സെന്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് പഠിക്കുന്ന സമയത്ത് നമ്മൾ 2 കമ്പോണൻസിനെ പറ്റിയിട്ടാണ് മെയിനായിട്ട് പഠിക്കുക. ഒന്നിന് നമ്മൾ ആന്റിജൻ പഠിക്കും, രണ്ടാമത്തെ ആളാണ് നമ്മുടെ ആന്റിബോഡി. ആരാണ് ഈ ആന്റിബോഡി? ആരാണ് നമ്മൾ ആന്റിബോഡി ഉണ്ടാക്കുന്നത്? അപ്പൊ ആരാണ് ആന്റിബോഡി? നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫൻസ് പ്രോട്ടീൻ ആണ് ആര്? ആന്റിബോഡി. നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടേതല്ലാത്ത ആളുകൾ കടന്നു കയറി കഴിഞ്ഞാൽ അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന പ്രോട്ടീൻസിനാണ് നമ്മൾ എന്ത് പറയാ? ആന്റിബോഡി എന്ന് പറയാം. ഈ ആന്റിബോഡി എവിടെയാണ് കാണുന്നത്? മേജർ ആയിട്ടും നമ്മുടെ ബ്ലഡിന്റെ അകത്തുള്ള പ്ലാസ്മയിലാണ് ആര് കാണുന്നത്? ആന്റിബോഡി കാണുന്നത്. ഓക്കെ അല്ലേ? ഓരോന്നിട്ട് നോക്കാം. നമുക്ക് പേഴ്സൺ 1 പറഞ്ഞാൽ പേഴ്സൺ 1ന്റെ RBCന്റെ സർഫസിൽ നമുക്ക് A ആന്റിജനാണ് കാണുന്നത്. അപ്പോൾ അവരുടെ പ്ലാസ്മയിലാണ് ആരുള്ളത്? ആന്റിബോഡി ഉള്ളത്. അപ്പോൾ അവരുടെ പ്ലാസ്മയിൽ ആന്റിബോഡി പ്രസന്റ് ആയിരിക്കും ഇല്ലയോ? എന്തിനാണ് ഇവിടെ ആന്റിബോഡിയുടെ കേസിൽ A ആന്റിബോഡി എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് വെച്ചാൽ ഏത് ആന്റിജനെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് സ്പെസിഫിസിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് A ആന്റിബോഡി എന്ന് പറയുന്നത്. A ആന്റിബോഡി എന്ന് പറഞ്ഞാൽ A ആന്റിജൻ അറ്റാക്ക് ചെയ്യുന്ന ആന്റിബോഡി എന്നാണ് അർത്ഥം. എന്താണ്? A ആന്റിജൻ അറ്റാക്ക് ചെയ്യുന്ന ആന്റിബോഡി എന്നതാണ് അതിന്റെ അർത്ഥം വരും. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, നമ്മുടെ A ബ്ലഡ് ഗ്രൂപ്പുള്ള ആളുടെ RBCന്റെ സർഫസിൽ A ആന്റിജൻ ഉണ്ടാവും, പക്ഷേ അവരുടെ ബ്ലഡിൽ ഒരിക്കലും A ആന്റിബോഡി ഉണ്ടാവുന്നില്ല. അപ്പോൾ A ആന്റിബോഡി എന്ന് പറഞ്ഞാൽ A ആന്റിജൻ അറ്റാക്ക് ചെയ്യുന്ന ആന്റിബോഡി. അപ്പോൾ സ്വന്തം RBCന്റെ സർഫസിൽ A ആന്റിജൻ ഉണ്ട്, ബ്ലഡിൽ A ആന്റിബോഡി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ A ആന്റിജൻ വന്ന് അറ്റാക്ക് ചെയ്യില്ലേ? അപ്പോൾ അഗ്ലൂട്ടിനേഷൻ നടക്കും. അപ്പോൾ അതൊരിക്കലും സാധ്യമാകില്ല. ഇത് ഓർമ്മിച്ച് നോക്കണം. ഒരിക്കലും സെൽഫ് ആന്റിജൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരിക്കലും ബോഡിയിൽ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എക്സെപ്ഷൻ കേസ് ഉണ്ട്, അസുഖങ്ങൾ വരുന്ന സമയത്ത് അത് എക്സെപ്ഷൻ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ശ്രദ്ധിക്കുക, ഒരിക്കലും ബോഡിയിൽ സെൽഫ് ആന്റിജനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരിക്കലും എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല? ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ A ആന്റിജൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരിക്കലും A ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യില്ല A ബ്ലഡ് ഗ്രൂപ്പുള്ള ആളുകൾ. അപ്പോൾ അവരുടെ ബ്ലഡിന്റെ പ്ലാസ്മയിൽ ഏത് ആന്റിബോഡി ആയിരിക്കും ഉണ്ടായിരിക്കുക? B ആന്റിബോഡി ആയിരിക്കും ഉണ്ടായിരിക്കും. ഏതാണ്? B ആന്റിബോഡി ആയിരിക്കും ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഇവർക്ക് B ആന്റിബോഡി കിട്ടിയതെന്ന് നോക്കാം.
എ ബ്ലഡ് ഗ്രൂപ്പുള്ള ആള് അവർ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവരുടെ ബ്ലഡിനകത്ത് ആന്റി എ ആന്റിബോഡി ഉണ്ടായിരിക്കില്ല. ഒരു 3 മുതൽ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഭക്ഷണം, വെള്ളം, അതേപോലെ തന്നെ ഗട്ടിലെ ബാക്ടീരിയ കാരണം അവരിൽ എന്തുണ്ടാവും, ബി ആന്റിജനെ പോലുള്ള സബ്സ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ എന്താകും, അത് നമ്മുടെ ബോഡിയിൽ എത്തുന്ന സമയത്ത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പം ബി ആന്റിജനെ പോലെ സബ്സ്റ്റൻസ് ആണെങ്കിൽ അവർ നമ്മുടെ ബോഡിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ആന്റി ബി ആന്റിബോഡി ഉണ്ടാകും. അങ്ങനെയാണ് എ ബ്ലഡ് ഗ്രൂപ്പുള്ള ആളുകളിൽ ആന്റി ബി ആന്റിബോഡി ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ബി ബ്ലഡ് ഗ്രൂപ്പുകാരെ തന്നെ നോക്കാം. ബി ബ്ലഡ് ഗ്രൂപ്പുകാരുടെ സർഫസിൽ, ആർ ബി സി സർഫസിൽ അവർക്ക് ബി ആന്റിജൻ ഉണ്ട്. അവരുടെ പ്ലാസ്മയിൽ ഒരിക്കലും ആന്റി ബി ആന്റിബോഡി ഉണ്ടാകുന്നില്ല. അപ്പൊ അവരുടെ പ്ലാസ്മയിൽ ഏത് ആന്റിബോഡി ഉണ്ടായിരിക്കുക, ആന്റി എ ആന്റിബോഡി ആയിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഓ ബ്ലഡ് ഗ്രൂപ്പുകാരുടെ കേസിൽ അവർക്ക് എന്തില്ല, എ ആന്റിജനും ഇല്ല, ബി ആന്റിജനും ഇല്ല. പക്ഷെ അവരുടെ പ്ലാസ്മയിൽ ആന്റി എ ആന്റിബോഡിയും ആന്റി ബി ആന്റിബോഡിയും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് എ ബി ബ്ലഡ് ഗ്രൂപ്പുകാരുടെ കേസിലോ, എ ബി ബ്ലഡ് ഗ്രൂപ്പുകാരുടെ കേസിൽ അവരുടെ ആർ ബി സിന്റെ സർഫേസിൽ എ ആന്റിജനും ഉണ്ട്, ബി ആന്റിജനും. പക്ഷെ അവരുടെ പ്ലാസ്മയിൽ ആന്റി എ ആന്റിബോഡിയും ഇല്ല, ആന്റി ബി ആന്റിബോഡിയും ഇല്ല.